പതിവ് തെറ്റിക്കാതെ ഇത്തവണയും കൃഷ്ണകുമാറും കുടുംബവും തിരുവോണാശംസകളുമായി എത്തി. പൊന്നോണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിൽ നിന്നുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു കൃഷ്ണകുമാർ ഓണാശംസകൾ നേർന്നത്. പ്രിയ സഹോദരങ്ങൾക്ക് ഓണാശംസകൾ എന്നാണ് കൃഷ്ണകുമാർ കുറിച്ചത്. താരത്തിന്റെ ഇടതുവശത്തും വലതുവശത്തും ഭാര്യയും 4 മക്കളും നിരന്നു നിൽക്കുന്നതും കൃഷ്ണകുമാർ കൊച്ചുമകൻ ഓമിയെ കൈകളിൽ എടുക്കുന്നതും ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നു. ഓമി പിറന്ന ശേഷമുള്ള രണ്ടാമത്തെ ഓണമാണ് താരകുടുംബം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ ഓണത്തിന് ഓമി പിറന്നിട്ട് കുറച്ച് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനാൽ തന്നെ ഇത്തവണയാണ് കുടുംബത്തിന് ഓമിക്കൊപ്പം കൂടുതൽ ഓർമ്മകൾ ഓണവുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാൻ സാധിച്ചത്. കൃഷ്ണകുമാറിന്റെ ഓണാശംസാ പോസ്റ്റിന് പ്രതീക്ഷിച്ചത് പോലൊരു സ്വീകാര്യതയല്ല ലഭിച്ചത്. അതിന് കാരണം കൃഷ്ണകുമാർ പങ്കുവച്ച ഫോട്ടോ തന്നെയായിരുന്നു. ഭാര്യയും മക്കളും കൊച്ചുമകനും എല്ലാം ഉൾപ്പെടുന്ന കുടുംബ ഫോട്ടോയായിരുന്നുവെങ്കിലും ഒരാൾ അക്കൂട്ടത്തിൽ മിസ്സിംഗ് ആയിരുന്നു. അത് കൃത്യമായി പ്രേക്ഷകർ കണ്ടെത്തി. മാത്രവുമല്ല, കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും വിമർശിക്കുകയും കമന്റ്സിലൂടെ ചോദ്യം ചെയ്യുകയും ചെയ്തു. കുടുംബ ഫോട്ടോയിൽ മിസ്സിംഗ് ആയിരുന്നയാൾ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളുടെ ഭർത്താവായ അശ്വിൻ ഗണേശ് ആയിരുന്നു. മകൾക്കും മരുമകനും പിറന്ന കൊച്ചുമകനെ വരെ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് മരുമകനെ മാത്രം മാറ്റി നിർത്തി എന്ന ചോദ്യമാണ് കമന്റ്സ് ബോക്സിൽ ഉയരുന്നത്. ഇപ്പോഴും മരുമകനായി അശ്വിനെ ഉൾക്കൊള്ളാൻ കൃഷ്ണകുമാറിന് സാധിച്ചില്ലേയെന്ന് ചോദ്യം ചെയ്തവരുമുണ്ട്. മോളുടെ ഭർത്താവ് നിങ്ങളുടെ കുടുംബത്തിലുള്ളതല്ലേ? കൃഷ്ണകുമാറിന്റെ മരുമകൻ എവിടെ? ഈ ഫോട്ടോയിൽ കാണുമ്പോൾ ആ പയ്യന് വിഷമമാകില്ലേ? എന്നിങ്ങനെ നീളുന്നു കമന്റ്സുകൾ. അശ്വിനോടും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ വേർതിരിവ് കാണിക്കുന്നതായി മുമ്പും ഇവരുടെ ഫോളോവേഴ്സ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലേക്കെത്തിയ ആദ്യ മരുമകനാണ് അശ്വിൻ. അദ്ദേഹത്തെ മകനായി കരുതി കൃഷ്ണകുമാറോ സിന്ധുവോ കരുതുന്നതോ സ്നേഹിക്കുന്നതോ കണ്ടിട്ടില്ലെന്നും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം അശ്വിനെയും അയാളുടെ കുടുംബത്തെയും മാറ്റി നിർത്തിയതായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നൊരു അഭിപ്രായവും പ്രേക്ഷകർക്കുണ്ട്. ദിയയുടെയും അശ്വിന്റെയും ഏകമകൻ ഓമിയുടെ 1ാം പിറന്നാൾ കൃഷ്ണകുമാറും കുടുംബവും ഗംഭീരമായി ആഘോഷിച്ചു. എന്നാൽ അശ്വിന്റെ കുടുംബത്തെ ക്ഷണിച്ചിരുന്നില്ല. അതും അന്ന് വലിയ രീതിയിൽ ഇവരുടെ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായ ഒന്നായിരുന്നു. എന്നാൽ അഭിമുഖങ്ങളിൽ മരുമകൻ അശ്വിനെക്കുറിച്ച് കൃഷ്ണകുമാർ വാചാലനാകാറുണ്ട്.